അപ്പോൾ എല്ലാവർക്കും റംസാൻ ആശംസകൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ഞാൻ ആദ്യം ചിക്കനൊന്ന് വേവിക്കുക. ഉണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കി ചോറെല്ലാം വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി അടുപ്പിലായിട്ടുണ്ട്. പിന്നെ വിശാലമായിട്ടൊന്നും ഞാൻ പറയാത്തതാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. സവാളയൊക്കെ വഴറ്റി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് മൂത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തു. ഇനി അതിരുന്ന് വേകട്ടെ. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലിരുന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ പരിപാടി തുടങ്ങാം. ചോറ് ഞാൻ കുക്കറിലാണ് 1 കിലോ അരിയാണ് ചോറിന് വയ്ക്കുന്നത്, 2.5 കിലോ ചിക്കൻ. അപ്പോൾ 1 കിലോ 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ അതിൽ ഞാൻ എല്ലാം സവാളയൊക്കെ വഴറ്റി വെള്ളമെല്ലാം വെച്ച് തിളച്ചതിന് ശേഷം 1 കിലോ അരി, അപ്പോൾ 3 നാഴി അരിക്ക് 6-7 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് ഒറ്റ ഫിസിൽ കേട്ടിട്ട് ഞാനിങ്ങനെ എടുക്കും. ഒറ്റ ഫിസിൽ കേട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് എയർ കളഞ്ഞിട്ട് ചോറൊന്ന് വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിടുമ്പോൾ കറക്റ്റാണ് വെന്തിരിക്കും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ബിരിയാണിയുടെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ സവോള 2 എടുത്ത് അത് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തെടുത്തു. പിന്നെ പച്ചമുളക്, ഗ്രാമ്പു ആ സെറ്റ് എല്ലാം ഇട്ടു. പട്ട, ബേ ലീവ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വഴണ്ട് വന്നിട്ട് നമുക്ക് 3 നാഴി അരിയാണ്. അപ്പോൾ 6 പ്ലസ് 1 ഗ്ലാസ് വെള്ളം കൂടെ കൂടുതൽ ചേർക്കാം, 7. എന്നിട്ട് നമുക്ക് തിളയ്ക്കുമ്പോൾ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പിടണം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിലേക്ക് എടുത്ത് എയർ കളയണം. അത് വെന്ത് പോകും. എയർ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ കറക്റ്റ് വേഗം. ബിരിയാണിയുടെ അരി ഞാൻ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അരമണിക്കൂർ കുതിർക്കണം. കുതിർത്തതിന് ശേഷം ഊറ്റി എടുത്തിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുതിർക്കുകയാണ് അരമണിക്കൂർ. ഏകദേശം ആയി. ഇനി ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫിസിൽ കേട്ട് ഒറ്റ ഫിസിൽ കേട്ടിട്ട് എയർ കുറേ കളഞ്ഞിട്ട് തുറന്നതിന് ശേഷം 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റാണ് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അതിൽ തന്നെ വെച്ചിരുന്ന വെന്ത് കുഴഞ്ഞു പോകും. കുക്കറിലായതുകൊണ്ട് ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പം നെയ്യും എല്ലാം അതിൽ തന്നെ പിടിച്ചിരിക്കും. ഞാൻ ഊറ്റാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല ഊറ്റി. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് സവാള ഞാൻ വറുക്കുകയാണ്. സവാള വറുക്കണം. പിന്നെ നമുക്ക് അത് ബിരിയാണിയിൽ ദം ചെയ്യുമ്പോഴുണ്ട് അതും. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടി, ഉണക്ക മുന്തിരിയും കൂടി ഇതുപോലെ നമുക്ക് വറുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ്, ചരുവം, അതിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് വെള്ളമയമൊന്നും ഇല്ലാതെ ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് വേണം നമ്മൾ ചോറിടാൻ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചെടുക്കാം. അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. പാത്രമൊക്കെ ഞാൻ എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ അടിയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് അപ്പം ഞാൻ നമ്മുടെ ചരുവത്തിൽ തന്നെ ബിരിയാണി സെറ്റ് ചെയ്യുന്ന ചരുവത്തിലേക്ക് ഞാൻ കുറച്ച് എണ്ണ എല്ലാം ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി വെള്ളം ഈർപ്പെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മീതെ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. സ്റ്റെപ്പായിട്ട് ഒരു ചിക്കൻ ഇട്ടു. ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് പിന്നെ കുറേ ചോറിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്തൂടെ നമുക്ക് സവോളയും നട്ട്സൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്ത് പോകാം. ചിക്കൻ ഞാൻ ചോറിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇടാം. അതിൻ്റെ മീതെ ചോറിടണം. കട്ടയില്ലാതെ ഉടച്ച് തന്നെ ചോറിടണം. കട്ട ഉണ്ടെങ്കിൽ ഉടച്ചിട്ട് കൊടുക്കണേ.
അമക്കി കൊടുത്താൽ മതി. തവി വെച്ചൊന്ന് അമക്കി കൊടുക്കാം. ചിക്കനെല്ലാം മറയത്തക്ക രീതിയിൽ, കാണാത്ത രീതിയിൽ ചോറിട്ടങ്ങ് അമക്കി കൊടുക്കാം. ബേ ലീവ്സാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ നമ്മൾ മൂപ്പിച്ച് വെച്ച സവാളയും പിന്നെ നമ്മൾ കാഷ്യൂ നട്ട്സൊക്കെ അല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇതിൻ്റെ മീതെ കുറച്ച് ചോറ് വീണ്ടും ഇട്ടതിന് ശേഷം ചിക്കൻ വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ചോറിടുക, വീണ്ടും ചിക്കൻ ഇടുക, വീണ്ടും നമ്മൾ കാഷ്യൂം ഇതിടുക. അങ്ങനെ ഇട്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് വന്ന് നല്ലപോലെ അമക്കി വെച്ച് 5 മിനിറ്റ് ചെറു തീയിൽ ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പം ബിരിയാണി റെഡി. അപ്പം ഞാൻ ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് ഞാൻ എടുത്തില്ല, എഗ്ഗ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യണേ, നല്ല ടേസ്റ്റാണ്. 5 മിനിറ്റ് നമ്മളൊന്ന് ആവി കയറ്റി ചെറിയൊരു ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് സിമ്മാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് നാരങ്ങ അച്ചാർ, പപ്പടം, സാലഡ്. ഇനി സെർവ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം അടുത്ത റെസിപ്പിയുമായി കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.